ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാൻ ഇന്നലെ ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു നമുക്കൊന്ന് ചേമ്പ് ഉണ്ടാക്കാം. ആയിക്കോട്ടെ അമ്മ, ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞപ്പോ അമ്മ ഹാപ്പി ആയി. ഇനിയിപ്പം ചേമ്പൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. ഒക്കെ ഇനി ഒന്ന് തൊലി കളഞ്ഞ് നന്നാക്കി എടുത്തിട്ട് വേണം പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കടയിൽ നിന്ന് വാങ്ങിയ ചേമ്പൊന്നല്ല കേട്ടോ, ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചേമ്പാണ്. വലിയ വലിപ്പമൊന്നുമില്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോ ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് നന്നാക്കി എടുക്കണം. ഏതായാലും ചാടി കയറിയിട്ടതല്ലേ, അപ്പൊ പിന്നെ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കണം. ഇപ്പൊ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതൊക്കെ ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പൊ ഞാൻ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. എല്ലാം ഒന്നും മുറിക്കണമെന്നില്ല, ചെറിയതൊന്നും മുറിക്കണ്ട, അല്ലാത്തതൊക്കെ ഒന്ന് മുറിച്ചിട്ട് അതുപോലെ ആക്കി എടുക്കണം. ഇനി നമുക്ക് ഇത് പുഴുങ്ങിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ കുക്കറിലോട്ട് ഞാൻ ചേമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുക്കറിലും അല്ലാതെ വേവിക്കട്ടോ. ഇപ്പൊ അടുപ്പിൽ വേവിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിട്ട് വേവിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ കുക്കർ 2 വിസിലടിയുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അല്ലാതെ അധികം അടിഞ്ഞു പോയാൽ അത് വെന്ത് പോവും. അപ്പൊ 2 വിസിലടിഞ്ഞു കഴിഞ്ഞ് ഇനി നമുക്ക് ഈ തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കണം. കുക്കർ തുറക്കേണ്ട ആവശ്യമില്ല, തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് ഇതിനൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഞാൻ പച്ചമുളകും തേങ്ങയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തേങ്ങയുടെ കൂടെ 2-3 അല്ലി ചെറിയുള്ളിയുണ്ട്, 2 അല്ലി വെളുത്തുള്ളി ഇട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ചമ്മന്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഞാനത് മിക്സിൻ്റെ ജാറിലിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ വേണമെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു ചമ്മന്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മിക്സി പൊടിച്ച ചമ്മന്തി ആയതുകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കുന്നത് നന്നാവും കേട്ടോ. എരിവ് ഉപ്പും എല്ലാം റെഡിയാവാൻ. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഈ ചേമ്പൊക്കെ വെന്ത് പാകമായിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് കുക്കർ തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ ചേമ്പ് വെന്ത് നിൽക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ വറവിടാം കേട്ടോ, പക്ഷെ ഞാൻ വറവിട്ടില്ലേ, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് എടുക്കാൻ പോവാം കേട്ടോ. അപ്പം നമ്മളെ ചേമ്പും ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.